ഹലോ, നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ട് ഹൽവയാണ്. മീഡിയം വലിപ്പമുള്ളൊരു ബീട്രൂട്ടാണ് ഇവിടെ എടുത്തേക്കുന്നത്. അത് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തേക്കുന്നുണ്ട്. ഒരു പാനിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതൊന്ന് മെൽറ്റായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ആ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് കൂടെ ഇട്ടിട്ട് പിന്നെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ബീട്രൂട്ടിൻ്റെ വെള്ളം ഇറങ്ങിയിട്ട് ജസ്റ്റ് ഇതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറി കിട്ടും. പിന്നെ നമുക്ക് ആ ഒരു വെള്ളമൊക്കെ വറ്റിയിട്ട് പാനിൽ വെച്ച് ഡ്രൈ ആകുമ്പോൾ നമുക്ക് 1 ഗ്ലാസ് പാൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ പാൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. പാലൊക്കെ വറ്റി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ചെറുതായിട്ട് പാലിൻ്റെ ആവശ്യമുണ്ട്, വെള്ളമുണ്ട്. ആ വെള്ളം കൂടെ ഒന്ന് വറ്റി വരട്ടെ. അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഞാനിവിടെ 3 സ്പൂൺ പഞ്ചസാര ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് മധുരം അനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് വെന്ത് വറ്റി വരുമ്പോൾ ഞാനിവിടെ ഒരു 2 സ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ വെള്ളം നന്നായിട്ട് വറ്റണം. വെള്ളം വറ്റി വരുമ്പോഴത്തേക്ക് ഇതെല്ലാം കൂടെ പാനിൽ നിന്ന് വിട്ട് വരും. കോൺഫ്ലവർ ഒഴിച്ച ശേഷം തൊട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കൈവിടാതെ തന്നെ ഇളക്കി ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശം ഫുള്ള് മാറുന്ന വരെ നന്നായിട്ട് ഇളക്കണം. ഏകദേശം വെള്ളം വറ്റിയ ശേഷം നമുക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കും. പാനിൽ നിന്ന് വിട്ട് കിട്ടും. നമ്മൾ ഇനി ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യിൽ നട്ട്സ് എല്ലാം വറുത്തെടുക്കാം. നമുക്ക് ആ ഹലുവയിലേക്ക് ഈ നട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചാണ്, അതിപ്പോഴാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ഒരു നെയ്യ് തടവി ഒരു പാത്രത്തിലേക്ക് ഞാനിത് മാറ്റുന്നുണ്ട്. ചൂടോടെ തന്നെ വേണം ഇത് മാറ്റാൻ. ചൂടാറിയ ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിലേക്ക് ആക്കിയിട്ട് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കഴിക്കാൻ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക.